നമസ്കാരം. ഞാനിപ്പോൾ സത്യൻ മാഷിന്റെ കാലം മുതൽ തന്നെ മലയാള സിനിമയിൽ അഭിനയിച്ച് ഈ പുതിയ 1000-ലേറെ സിനിമകളിൽ അഭിനയിച്ച് അവസാനമായിട്ട് സുരേഷ് ഗോപിയുടെ ഒറ്റക്കൊമ്പൻ എന്ന സിനിമയിൽ അഭിനയിച്ച് എൻ്റെ അപ്പച്ചൻ സാർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അദ്ദേഹത്തിന്റെ വീടിന് മുൻവശമാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിലൂടെ സന്തത സഹചാരിയായി നടന്ന നമ്മുടെ കലവൂർ സുധീർ എന്താണ് അപ്പച്ചൻ സാറെ കുറിച്ച് പറയാനുള്ളത്? അപ്പച്ചൻ സാറ് വളരെ നല്ലൊരു സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു. ആരോടും ഒരു പരിഭവം ഇല്ലാത്ത. അദ്ദേഹത്തിന്റെ ഇപ്പൊ ഒരു പുസ്തകം തന്നെ പരിഭവം ഇല്ലാതെ എന്നൊരു പുസ്തകം ഇപ്പോണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അത് എന്തായാലും അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം വളരെ നല്ലൊരു സൗമ്യൻ. പിന്നെ മലയാള സിനിമയിൽ ഇത്രയും സിനിമകളിലൊക്കെ അഭിനയിച്ചുവെങ്കിലും അദ്ദേഹത്തിന് വേണ്ടത്ര അംഗീകാരം മലയാള സിനിമയിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഒരു ഒട്ടനവധി സംവിധായകരുടെ സിനിമകളിൽ നല്ല നല്ല വേഷങ്ങളിലൊക്കെ ഒരുപാട് അഭിനയിക്കാനുള്ള അവസരം, പിന്നെ മന്ത്രിയായിട്ടും MLA ആയിട്ടും ഒക്കെ ഒരുപാട് സിനിമകളിലൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളതാണ്. പക്ഷെ അവസാനം അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ മിസ്സായി പോയിട്ടുണ്ട്. അതായത് ഉദയ സ്റ്റുഡിയോ പോയതോടുകൂടി അദ്ദേഹത്തിന്റെ കാരണം ഉദയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദയനന്റെ മോൻ എന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിൽക്കുന്ന ആ സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തെ അഭിനയിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടായിരുന്നു അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ. അദ്ദേഹത്തെ കണ്ടു പറഞ്ഞ് എനിക്കൊരു അഭിനയിക്കാൻ അവസരം തരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, നീ ഉദയയിലേക്ക് വാ, നമുക്ക് അവസരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉദയയിൽ ചെല്ലുകയും എൻ്റെ മകൻ ഒരു ഭടന്റെ വേഷം സിനിമ സത്യന്റെ ഒരു പടത്തിന്റെ ഭടന്റെ വേഷമാണ് കിട്ടിയതും. ഡയലോഗ് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഡയലോഗ് ആർക്ക് വേണം എന്ന് ചോദിച്ച ആളാണ്. ഡയലോഗിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ വിയോഗം നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നു. ഇല്ല, ആരും വന്നിട്ടില്ല. ഇല്ല, ആരും എത്തിയതായിട്ട് എനിക്ക് അറിയില്ല. അപ്പേ അതെടുത്തു ഓക്കെ അങ്ങോട്ട് വാ. ഞാൻ ഒരു എനിക്ക് ഇങ്ങനെയുള്ള ചടങ്ങിലേക്ക് ചെന്ന് ഭയങ്കര വിഷമമാണ്. എത്ര മണി അടക്കം? എത്ര മണിക്കാ? 4 മണിയല്ലേ? എവിടെ? പുന്നപ്പലാണ്? എൻ്റെ നാട്ടിൽ തന്നെ അല്ലേ? ഇത് തമ്പോച്ചവിടെ ഇതല്ലേ? ഓക്കെ, അതാണ്. നമ്മുടെ അപ്പച്ചൻ സാറ് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി തരികയാണ്.